നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. IB ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ സഹപ്രവർത്തകന്റെ വിവരങ്ങൾ തേടി പോലീസ്. സഹപ്രവർത്തകനായ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് കാരണമാണ് മകൾ മരിച്ചതെന്ന് മേഘയുടെ അച്ഛൻ ആരോപിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറം എടപ്പാൾ സ്വദേശി സുഗാന്ത് മേഘയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സുഗാന്തിന്റെ വിവരങ്ങൾ തേടി പോലീസ് ഇന്ന് IBക്ക് കത്ത് സമർപ്പിക്കും. IB ഉദ്യോഗസ്ഥന്റെ അവധിയടക്കമുള്ള വിവരങ്ങൾ തേടിയാണ് പോലീസ് IBയെ സമീപിക്കുന്നത്. സുഗാന്തിനെ തേടി കഴിഞ്ഞ ദിവസം പോലീസ് മലപ്പുറത്തെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചതായി സൂചനയുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത്. സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അതേസമയം മേഘയുടെ മരണത്തിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സഹപ്രവർത്തകനായ IB ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവൻ ഒടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായി ഇടപെട്ടില്ലെന്ന് മേഘയുടെ പിതാവ് ആരോപിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ സുഗാന്തിനെതിരെ പോലീസിൽ പരാതി നൽകിയതാണ്. എന്നാൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല. ഒളിവിൽ പോകാൻ സുഗാന്തിന് ഇത് സഹായകമായി എന്നും മേഘയുടെ പിതാവ് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമാണ്. IB നേരത്തെ തന്നെ സുഗാന്തിന്റെ മൊഴിയെടുത്തിരുന്നു. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് IB നൽകുന്ന വിശദീകരണം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന IB ഉദ്യോഗസ്ഥ മേഘയെ മാർച്ച് 24 രാവിലെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ട്രെയിനിന് മുന്നിൽ ചാടുന്ന സമയത്ത് മേഘ ഫോൺ ചെയ്യുകയായിരുന്നു എന്ന് ലോക്കോ പൈലറ്റിന്റെ മൊഴി പുറത്തു വന്നിരുന്നു. എന്നാൽ ഫോൺ പൂർണ്ണമായും തകർന്നതിനാൽ ഇതിലെ വിവരങ്ങൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവരുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നേക്കും.